അസ്സലാമു അലൈക്കും. ഞാൻ നിലവിൽ നാസിമുദ്ദീൻ മൗലവിയാണ്. കൊച്ചുകലിംഗ് മുസ്ലിം ജമാഅത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇതെൻ്റെ മകൾ മുനവ്വറ 2.25 വയസ്സ് മുതൽ RCCയിൽ മാരകമായ ബ്ലഡ് ക്യാൻസറിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കീമോ കൊണ്ട് മാത്രം ഫലപ്പെടുകയില്ലെന്ന് ഇവൾക്ക് മജ്ജ മാറ്റി വെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. മൂത്ത മകളാണ് മജ്ജ കൊടുക്കുന്നത്. പള്ളിയിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എല്ലാവരും സഹായിക്കുകയും മകളുടെ രോഗം ഭേദമാകുന്നതിന് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ് 7 വയസ്സുകാരിയായിട്ടുള്ള മുനവ്വറ എന്ന് പറയുന്ന പൊന്നുമോളുമായിട്ട് നാസിമുദ്ദീൻ മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. തന്റെ മകൾക്ക് മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചിട്ട് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെക്കാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ട് അതിന്റെ കീമോ എല്ലാം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് ചികിത്സയ്ക്ക് വഴിയില്ലാതെ മജ്ജ മാറ്റി വെക്കാൻ വഴിയില്ലാതെ ആ കുഞ്ഞുമായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. 30 ലക്ഷം രൂപയാണ് ഈ കുഞ്ഞിന്റെ മജ്ജ മാറ്റിവെക്കാൻ വേണ്ടി കണ്ടെത്തേണ്ടത്. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലൊക്കെ വിവിധ മദ്രസകളിലും പള്ളികളിലൊക്കെ ആയിട്ട് 20 വർഷക്കാലം ആയിരക്കണക്കിന് മക്കൾക്ക് ഇൽമു പകർന്നു നൽകിയ ഒരു പണ്ഡിതനാണ്. തന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അസുഖം വന്നിട്ട് ചികിത്സിക്കാൻ വഴിയില്ലാതെ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുമ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും പ്രിയപ്പെട്ട ഉസ്താദിനെയും ഈ കുടുംബത്തെയും ഈ കുഞ്ഞിനെയും സംരക്ഷിക്കാൻ, ഈ കുഞ്ഞിന്റെ മജ്ജ മാറ്റിവെക്കാൻ അതിനുവേണ്ടി 30 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. സ്നേഹിതരെ, ഞാൻ നിലമേൽ ഗവൺമെന്റ് UPSലെ സീനിയർ അസിസ്റ്റന്റ് നജമുദ്ദീൻ. ഞങ്ങളുടെ സ്കൂളിൽ പൂമ്പാറ്റയെ പോലെ ഓടി നടന്ന ശ്രീ മുനവ്വറ മോള് ഇന്ന് അസുഖബാധിതയായി വീട്ടിലും ആശുപത്രിയിലുമായി കഴിഞ്ഞുകൂടുകയാണ്. അവരുടെ ചികിത്സയ്ക്കായിട്ട് 30 ലക്ഷം രൂപ ആവശ്യമുണ്ട്. എല്ലാവരും ഒന്നു ചേർന്ന് കൈകോർത്ത് അവളുടെ ചികിത്സയ്ക്കായിട്ടുള്ള പണം സമ്പാദിച്ച് ചികിത്സ നടത്തി വീണ്ടും എത്രയും പെട്ടെന്ന് നമ്മൾ സ്കൂളിൽ പഴയ പോലെ ഓജസ്സോടെ തേജസ്സോടെ ഒന്നു ചേരാൻ വേണ്ടി നിങ്ങളാരും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഷംസുദ്ദീൻ മന്നാനി KMWF സംസ്ഥാന പ്രസിഡന്റാണ്. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് മുനവ്വറ മോൾക്ക് വേണ്ടിയാണ്. 7 വയസ്സാണ് അവളുടെ പ്രായം. പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് നടക്കേണ്ടുന്ന ഈ ഘട്ടത്തിൽ അവൾ മരുന്നുകളുമായി മല്ലിടുകയാണ്. ക്ലാസ് മുറിയിൽ ഉല്ലസിക്കേണ്ട പ്രായത്തിൽ അവൾ ആശുപത്രി കിടക്കയിലാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സുഹൃത്തിൻ്റെ മകളാണ്. കൂടുതലൊന്നും പറയാതെ എല്ലാവർക്കും അറിയാം അവളെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകത. പ്രിയപ്പെട്ടവരെ, വളരെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ കുഞ്ഞിനു വേണ്ടി നിങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ഓഹരി അവൾക്ക് പിച്ചവെക്കാൻ, അവൾക്ക് നടക്കാൻ, അവൾക്ക് സ്വപ്നം കാണാൻ നിങ്ങൾ സമ്മാനിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ജമാഅത്ത് ഫെഡറേഷൻ കൊട്ടാരക്കര താലൂക്ക് പ്രസിഡൻ്റാണ്. എൻ്റെ ജമാഅത്താകുന്ന നിലമേ ജമാഅത്ത് അംഗം ബഹുമാനപ്പെട്ട നാസിമുദ്ദീൻ മൗലവി അവറുകൾ കൊച്ചുകലിംഗ് ജമാഅത്തിൻ്റെ ചീഫ് ഇമാമും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മുനവ്വറ എന്ന മകൾ 4.5 വർഷം കൊണ്ട് RCC ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഉപയോഗിച്ച് ആ മകൾക്ക് വേണ്ട ചികിത്സകളെല്ലാം നടത്തിയെങ്കിലും ഇപ്പോൾ ആ കുട്ടിക്ക് 30 ലക്ഷം രൂപ ചെലവ് വരുന്ന മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിലമേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കൊല്ലം ജില്ലയിലെ നിലമേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. എൻ്റെ പേര് ഷമീന പറമ്പിൽ എന്നാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വലിയൊരു അഭ്യർത്ഥനയുമായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ പഞ്ചായത്തിലെ കോളേജ് വാർഡിൽ 7ാം വാർഡിൽ താമസിക്കുന്ന നാസിമുദ്ദീൻ മൗലവിയുടെ മകൾ മുനവ്വറ 7 വയസ്സുള്ള കുട്ടി നമ്മുടെ ഗവൺമെന്റ് UPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനസമ്പാദനാർഹമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് AM റാഫി. ഞാൻ നിലമേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമാണ്. നേരത്തെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ കോളേജ് വാർഡിൽ താമസിക്കുന്ന മുനവ്വറ എന്ന മകളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ധനം സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഞാൻ നിലമേൽ ഗവൺമെൻറ് UPSലെ ഹെഡ് മാസ്റ്ററാണ്. എൻ്റെ സ്കൂളിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മോളായ മുനവ്വറിന് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് വളരെയേറെ ധനം ആവശ്യമുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്നെങ്കിൽ മാത്രമേ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞാൻ അനസ് മുഹമ്മദ് ഇംദാദി, നിലമേൽ മുസ്ലിം ജമാഅത്ത് ഇമാമാണ്. എൻ്റെ മഹല്ലംഗം കൂടിയായിട്ടുള്ള പ്രിയ പണ്ഡിത സുഹൃത്ത് നാസിമുദ്ദീൻ മൗലവി ഉസ്താദ് അവറുകളുടെ പ്രിയപ്പെട്ട മകൾ മുനവ്വറയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത്. വാക്കുകൊണ്ട് വരഞ്ഞിടാൻ കഴിയാത്ത ദുഃഖഭാരത്താലാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. പ്രിയ പണ്ഡിത സുഹൃത്ത് 4.5 വർഷമായി ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ
വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നമ്മളുടെ എല്ലാവരുടെയും സഹായമില്ലാതെ കഴിയുകയില്ല. അസ്സാം വലൈക്കും വറഹമത്തുള്ള. കൊട്ടാരക്കര താലൂക്ക് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ചടയമംഗലം എം ഷഹീറുദ്ദീൻ മന്നാനിയാണ്. പ്രിയ സുഹൃത്ത് നാസിമുദ്ദീൻ മൗലവി അവർകൾ നമ്മുടെ താലൂക്കിൻ്റെ ദീനീ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന വളരെ സാധുവായ ഒരു പണ്ഡിത സുഹൃത്താണ്. നാം ഓരോരുത്തരും അറിയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 8 വയസ്സുള്ള പ്രിയപ്പെട്ട മകൾ മുനവ്വറ വർഷങ്ങളായി RCCയിലെ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെല്ലാം ആ പൊന്നുമോളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിച്ച് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് 30 ലക്ഷം രൂപയോളം ആ കുഞ്ഞുമകളുടെ മജ്ജ മാറ്റിവെക്കുന്നതിന് ആവശ്യമാണ്. കടക്കൽ ജുനൈദ്, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. നമ്മുടെ ബഹുമാന്യനായ സഹോദരൻ നാസിമുദ്ദീൻ മൗലവി നിലമേൽ കുരിയോട് അതുപോലെ പാവല്ല മുസ്ലിം ജമാഅത്തുകളിൽ ഇമാമായി സേവനം അനുഷ്ഠിച്ചിരുന്നു. ഇപ്പോൾ കൊച്ചുകലിങ്ങ് ജമാഅത്തിൽ ഇമാമായി സേവനം അനുഷ്ഠിക്കുക. പള്ളിയിൽ നിന്നുള്ള ശമ്പളമായി ലഭിക്കുന്ന ഇത് മാത്രമാണ് അദ്ദേഹത്തിന് വരുമാനമായിട്ടുള്ളത്. അതുകൊണ്ടാണെങ്കിലും സംതൃപ്തിയോടുകൂടി ആ കുടുംബം ജീവിക്കുകയായിരുന്നു. പക്ഷേ 2020 പൊന്നു മകൾക്ക് മുനവറയ്ക്ക് അന്ന് 3 വയസ്സുള്ള മുനവറ എന്ന് പറയുന്ന ആ പൊന്നുമോൾക്ക് ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ അസുഖം പിടിപെട്ടതോടുകൂടി ആ കുടുംബം ശാരീരികമായും മാനസികമായും, ആ പൊന്നുമോൾ മാത്രമല്ല ആ കുടുംബം ഒന്നാകെ തകർന്നിരിക്കുക. ആ മകളെ പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കേണ്ട ആ പൊന്നുമകൾ ഇന്നിപ്പോൾ 7 വയസ്സായി. അവൾ ശയ്യാവലംബിയാണ്, കിടക്കയിലാണ്. അതിനെ ജീവിതത്തിലേക്ക് തിരികെ മടക്കിക്കൊണ്ടുവരിക നാം എല്ലാവരുടെയും സാമൂഹികമായ ബാധ്യതയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സഫീർ കമ്മന്നാനി, പനവൂർ. കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് വേണ്ടിയാണ് ഈ ഉലമാക്കളൊക്കെയും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു നാട് മുഴുവനും നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടുകയാണ്. സാധുവായ നാസിം എന്നൊരു പ്രിയപ്പെട്ട ഉസ്താദിന്റെ പൊന്നുമകൾ, 7 വയസ്സ് മാത്രം പ്രായമുള്ള മുനവ്വറ എന്ന പൊന്നുമോളെ മജ്ജ മാറ്റി വെക്കാൻ 30 ലക്ഷം രൂപയാണ് ആവശ്യം. ഈ നാട് ആ പൊന്നുമോൾക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തു. നാളിതുവരെയായി ചികിത്സിക്കാൻ ആ പണം ഉപയോഗപ്പെടുകയും ചെയ്തു. ഇനിയുള്ള ആ 30 ലക്ഷം കണ്ടെത്താൻ ഈ നാടിനെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടുന്നത്. ഞാൻ അഡ്വക്കേറ്റ് നിയാസ് മാറ്റാപ്പള്ളി, നിലമേൽ ഗ്രാമപഞ്ചായത്തിലെ കോളേജ് വാർഡിലെ ജനപ്രതിനിധിയാണ്. ഇന്നിവിടെ ഈ ആലിമീങ്ങളായ ആളുകളും ഫിറോസ് കുന്നംപറമ്പിലടക്കം നിലമേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റുമാരടക്കം ഒരു വലിയ ജനാവലി വന്നു നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നാസിമുദ്ദീൻ ഉസ്താദിൻ്റെ മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ നിൽക്കുന്നത് ഗവൺമെൻറ് UPSൻ്റെ മുന്നിലാണ്. ഈ മതിലിനോട് ചേർന്നാണ് മുനവ്വറ മോൾ താമസിക്കുന്നത്. ആ വീട്ടിനകത്ത് 2 സെൻറ്റ് മാത്രമുള്ള ഒരു വീട്ടിലാണ് നാസിമുദ്ദീൻ മൗലവിയും കുടുംബവും കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സഹായിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ബഹുമാൻ്റെ, ഞാൻ സജീവ്, ഈ നിലമേൽ ഗവൺമെൻറ് UPS മുനവ്വറ മോൾ പഠിക്കുന്ന സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. നമ്മുടെ ഈ സ്കൂളിലെ ഏറ്റവും ഉയർന്ന പുഞ്ചിരിയോടെ മൂല്യബോധത്തോടെ വളരെ മികച്ച പഠന നിലവാരം പുലർത്തിയിരുന്ന പൊന്നുമകൾ ഇപ്പോൾ ചികിത്സയിലാണ്. ഈ മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്കുള്ള ഫണ്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രിയപ്പെട്ട ഉസ്താദിന്റെ പേരിലുള്ള, നാസീം ഉസ്താദിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും, ഈ കാണുന്ന 100 കണക്കിന് പണ്ഡിതന്മാര് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കണം. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ ഏറ്റെടുത്ത് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് കഴിയുന്ന സഹായങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.